നമസ്കാരം. റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബ്രദർ കൂടെ ഉണ്ട്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് ഒന്ന് സംസാരിച്ച് അതിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കേൾക്കുന്നവർക്കും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്നൊന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിന് കൃപ നൽകട്ടെ എന്നുള്ളത് എന്ന് പറയാൻ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ കുറച്ച് സംശയങ്ങൾ പറയാം. ആരാധന എന്താണ്, ആരാധന എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പാസ്റ്റർ മെസ്സേജിലെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ആരാധനയിൽ പ്രകടമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുക, ഇപ്പം സന്തോഷം പ്രകടിപ്പിക്കുക, ചിലർ കരയുന്നു, ചിലർ നൃത്തം ചെയ്യുന്നു. അപ്പം ഇത് പലപ്പോഴും ചിലർക്കത് അക്സെപ്റ്റഡ് ആണ്, ചിലർക്ക് അത് വിമർശിക്കാനിടയുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യങ്ങളെ ചർച്ച ചെയ്യാം. പ്രത്യേകിച്ച് വളരെയധികം എഫക്റ്റീവായിട്ട് സുവിശേഷീകരണം നടത്തുന്ന ദേവദാസനാണ് ബ്രദർ പി ജി വർഗീസ്. അപ്പം പി ജി വർഗീസ് അങ്കിള് ഒരു നൃത്തം ചെയ്ത് ഭയങ്കര ചർച്ചയായി. അത് പാടില്ല എന്ന് പറയുന്നു, അത് ആത്മനിറവിലല്ലായിരുന്നു എന്ന് പറയുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. പാസ്റ്റർ അത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ചില വശങ്ങളുണ്ടല്ലോ. അതെന്താണ് അതിന് പാസ്റ്റർ പറയാൻ? നമ്മുടെ ഈ ആരാധനയെ സംബന്ധിച്ച് പറഞ്ഞാൽ, നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വെളിപ്പെടുന്ന, അത് കൃത്രിമമായി ഒന്ന് സൃഷ്ടിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാനതിന് എപ്പോഴും പറയും, ഇപ്പോൾ വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ ആ യജമാനനോട് കാണിക്കുന്ന സ്നേഹം വ്യത്യസ്തമാണ് അല്ലേ? ചിലപ്പോൾ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ അറിയാമല്ലോ. അപ്പം അതിന് വേറെ ഒന്നുമല്ല, അതിന് കൊടുക്കുന്ന ഫുഡ് ആ ബന്ധത്തിലാണ്. അപ്പം നമുക്ക് വേണ്ടി ജീവനെ തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കെങ്ങനെ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാം. അപ്പം ആ പ്രകടിപ്പിക്കുമ്പോഴേ നമുക്ക് ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവം ഇതിനെ എങ്ങനെ കാണുന്നു, നമുക്ക് അങ്ങനെ ചിന്തിച്ചാലോ. അത് കഴിഞ്ഞ് നമുക്ക് പബ്ലിക്കിലോട്ട് വരാം, അല്ലെ എന്തുകൊണ്ട് ഇതിനെ വിമർശിക്കുന്നതിലേക്ക് വരാം. ദൈവം ഇതിനെ എങ്ങനെ കാണുന്നെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ ഈ ഏലി പുരോഹിതൻ്റെ അടുക്കൽ ഹന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ശമൂവേലിന്റെ പുസ്തകത്തിൽ. അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അദ്ദേഹം തെറ്റിദ്ധരിച്ചത് വീഞ്ഞു കുടിച്ച് മത്തായി. ആ സമയങ്ങളിൽ സ്ത്രീകളും അങ്ങനെ വീഞ്ഞ് ഉപയോഗിക്കും. പക്ഷെ അദ്ദേഹം കണ്ട ഒരു കാര്യം, വായിൽ നിന്ന് സംസാരമൊന്നും വരുന്നില്ല, ചുണ്ടനങ്ങിയതല്ലാതെ എന്തോ ഒരു മദ്യപിക്കുന്ന ഒരാൾ, ഒരു ക്രേസി മൈൻഡിലുള്ള ഒരാൾ ചെയ്യുന്ന ഒരു പ്രകടനം പോലാണ് അവിടെ നടന്നത് അല്ലേ? അപ്പൊ അതിനെ അദ്ദേഹം ഒരു വിമർശനാത്മകമായ കണ്ണിൽ, നിന്റെ വീഞ്ഞിറങ്ങട്ടെ, അങ്ങനെയല്ലേ പറയുന്നത്, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അപ്പോൾ അവള് പറഞ്ഞു, യജമാനെ ഞാൻ അങ്ങനെയുള്ള ഒരു സ്ത്രീ അല്ല. ശ്രദ്ധിക്കണം, വലിയൊരു പോയിന്റ് ഉണ്ട്. ഞാൻ അങ്ങനെയുള്ളൊരു സ്ത്രീ അല്ല. നമുക്ക് അത്രയും ഭാഗം വായിച്ച് നമ്മൾ പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അങ്ങനെ ചിന്തിക്കല്ലേ, ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് പകരുകയായിരുന്നു. അപ്പൊ അതിന് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല. ഉണ്ടോ? പക്ഷെ ഇദ്ദേഹത്തിന് പുറമേ കാണുമ്പോൾ ഒരു കുറ്റമാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്, ഇല്ലേ? അപ്പൊ അവള് പറയുന്നുണ്ട്, ഐ വാസ് pour out my heart unto Lord, ഇല്ലേ? ഞാൻ പകരുകയായിരുന്നു. അപ്പൊ അദ്ദേഹം അതിലേക്ക് ആ റൈറ്റ് മൈൻഡിലേക്ക് വന്നു, അല്ലേ? ഇവള് ചെയ്ത് തെറ്റല്ല. അത് കഴിഞ്ഞാണ് അദ്ദേഹം പറയുന്നത്, ഇസ്രായേലിന്റെ ദൈവം, may the Lord of God give you an answer of your prayer. ദൈവം. അപ്പം അവളിൽ അങ്ങനെ ചെയ്തതൊരു ചേഷ്ടയാണ്. അല്ലെങ്കിൽ നീ അങ്ങനെ ആലയത്തിൽ വന്നൊരു മദ്യപിക്കുന്ന സ്ത്രീയെ പോലെ നീ പെരുമാറിയത് നല്ലതായില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നല്ലതായില്ല. നീ എൻ്റെ നാമം അവിടെ ദുഷിക്കപ്പെട്ടു, എൻ്റെ ആലയത്തിൽ വന്ന് നീ ചെയ്തത് ശരിയായില്ല എന്നൊരു ഭീഷണമാണോ ദൈവത്തിൽ നിന്ന്? അല്ലല്ലോ. അതുകൊണ്ടല്ലേ അയാള് പെട്ടെന്ന് ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ട്, ഇസ്രായേലിന്റെ ദൈവം, അവിടെ നീ ഇത് മാനസാന്തരപ്പെടണം, നീ ഇത് ശിക്ഷാവിധിയ, നീ ഖേദിക്കണം, നീ ഇത് ക്ഷമ ചോദിക്കണം, ഇതുവെല്ലാം പുരോഗമനം പറയുന്നുണ്ടോ? അദ്ദേഹം അദ്ദേഹത്തിന് റിയൽ മനസ്സിലായി. അദ്ദേഹത്തിന് പ്രകടനം ഒരു സംശയം വന്നു. ആ പ്രകടനം ഇന്നതാണെന്ന് അവൾ വെളിപ്പെടുത്തി. അവിടെ ക്ഷമ ചോദിക്കുന്നുണ്ടോ? അവൾ ഇല്ല. പക്ഷെ ആ വചനം പറയുന്നു, അവിടെ മുഖം പിന്നെ വാടിയില്ല. പിറ്റേ ആണ്ടിൽ അവൾ വരുക. അപ്പൊ ഇതിൽ ദൈവത്തിന്റെ വീക്ഷണത്തിൽ പറഞ്ഞ മനസ്സിലായോ, 101% ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് അല്ലേ? ദാവീദിന്റെ കാര്യം, ദാവീദ് നൃത്തം ചെയ്ത്, രാജവസ്ത്രം മാറ്റി വെച്ച് നൃത്തം ചെയ്ത്. അപ്പം ദാവീദിന്റെ ഭാര്യ തന്നെ പറയുന്നത് എന്തുവാ, നീ കാണിക്കുന്നത് അപഹാസ്യമാണ്, രാജാവ് ഇങ്ങനെ ചെയ്യുമെന്ന്. നമ്മളൊരു മാനുഷിക വീക്ഷണത്തിൽ നോക്കുമ്പോ അങ്ങനെയാണ്. പക്ഷെ ദാവീദ് അതിന് പറയുന്ന മറുപടി എന്തുവാ, എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കൂ എന്നുള്ളത്. അപ്പൊ ഞാൻ ആ ഒരു വിഷയത്തില് പറയാൻ കാരണം,
ഈ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അയാൾ പഞ്ഞിനൂലങ്കി ധരിച്ച്. കാരണം രാജാവ് ആ കാലയളവിൽ രാജാക്കന്മാർ അങ്ങനെ ചെയ്യാറില്ല. അവർക്കിരിക്കുന്ന ചെയ്യുന്ന ഒരു പൊസിഷനുണ്ട്. പുള്ളിയുടെ കിരീടം മാറ്റി രാജവസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പുരോഹിതന്മാർ അണിയുന്ന പോലുള്ള ഒരു യൂണിഫോം അല്ലേ, അത് ആ ഒരു വസ്ത്രം മാറ്റി പഞ്ഞിനൂലങ്കി എന്ന് പറയുമ്പോൾ വേണം നമുക്ക് പറയാം നമ്മുടെ ഒരു കോമൺ, നമ്മളെ സാധാരണ നമ്മളിടുന്ന ഒരു വസ്ത്രം പഞ്ഞിനൂലങ്കി ധരിച്ച് അദ്ദേഹം ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീക്ഷണങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു പോരുന്ന പോയിന്റ് എന്തോ, ദൈവം കാണുന്ന വീക്ഷണം. അപ്പൊ ദൈവം കാണുന്ന വിഷയം അവിടെ നമുക്ക് പറയുന്നതിന് മുമ്പ് തന്നെ വൈഫ് എന്തോ പറഞ്ഞ് അവൾ കണ്ടെന്തോ, നീ നിന്നെ തന്നെ ദാസിമാരുടെ മുമ്പിൽ അനാവൃതമാക്കി. കേൾക്കണം. അപ്പൊ ഇത് തന്നെയാണ് പി ജി അങ്കിളിനെ കുറിച്ച് പറഞ്ഞല്ലേ, നിങ്ങൾ ഇത് ഇങ്ങനെ ആ പാട്ടിനെ നിങ്ങൾ വികലമാക്കി, നിങ്ങൾ ഇങ്ങനെ ചെയ്തു. അദ്ദേഹം പറയുന്നൊരു മറുപടി അവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ, എന്നെ ഈ പുൽമേട്ടിൽ നിന്ന് ഇസ്രായേലിന്റെ രാജാവാക്കി. കേട്ടോണം, നന്ദിയുടെ അങ്ങേയറ്റത്തെ കാര്യം കേട്ടോണം. എന്നെ ആക്കി നിന്റെ അപ്പന്റെ ഗ്രഹത്തെക്കാളും അല്ലേ. അപ്പൊ ഇനിയും ഞാൻ ഡിസ്പൈസ് മൈസെൽഫ് മോർ, ഞാൻ വീണ്ടും എന്നെ തന്നെ അനാവൃതമാക്കും. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വീക്ഷണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ ദൈവത്തിന്റെ വീക്ഷണത്തിൽ 101% ഇവൻ ദൈവത്തോടുള്ള ഈ രാജാവ്, ഈ ദാവീദ് ദൈവത്തോടുള്ള സ്നേഹം പ്രകടമാക്കിയതാണെന്ന് ദൈവത്തിന്റെ തെളിവും ദൈവത്തിന്റെ ഒരു കോപം മേഘളിന്റെ മേൽ വരികയാണ്. കുട്ടികള് അല്ലേ, ഒരു കോപം വരുന്നു. അപ്പം അവിടെയും 101% എടാ നീ ഒരു രാജാവായിരുന്നു, എന്താ പാട് നിന്നെ ഞാൻ ആക്കിയപ്പോൾ നീ ആ മാനേഴ്സ് ഒന്ന് ആ ഡിഗ്നിറ്റി നീ ഒന്ന് കീപ്പ് ചെയ്യേണ്ടതായിരുന്നു, നീ ആ ചെയ്ത് ഒട്ടും നല്ലതായില്ല. അപ്പൊ ദൈവത്തിന്റെ വീക്ഷണത്തിൽ 101 മാർക്ക്, 100% മാർക്ക് ആർക്ക് ലഭിച്ചു? ദാവീദിന് ലഭിച്ചു. അത് ഹി വാസ് ഡെമോൺസ്ട്രേറ്റിംഗ് ഹിസ് ലവ് അണ്ടു ഗോഡ് അല്ലേ. അപ്പം ഞാൻ ഈ ദൈവത്തിന്റെ വീക്ഷണം, നമുക്ക് അത് കഴിഞ്ഞ് അടുത്തിലേക്ക് വരാം. ഇപ്പൊ ഇങ്ങനെ വേദപുസ്തകത്തിന് അടുത്തൊരു ഭാഗം നമുക്ക് ചിന്തിക്കാം. മാളികമുറിയിൽ എന്താ സംഭവിച്ചു? പരിശുദ്ധാത്മാവ് വന്നു, അന്യഭാഷയിൽ സംസാരിച്ചു, ബാഹ്യമായ പ്രകടനങ്ങളുണ്ടായി. അപ്പം പലരും അത് കണ്ടിട്ട് പറഞ്ഞു ഇവർക്ക് ഭ്രാന്ത്. ആദ്യം പറഞ്ഞു പുതുവീഞ്ഞ് കുടിച്ചിരിക്കും. അതെ, പുതുവീഞ്ഞ് കുടിച്ചിരിക്കുകയാണ്. അന്നേരമാണല്ലോ പത്രോസ് പറയുന്നത് ഇന്ന സമയമേ ആയിട്ടുള്ളൂ, ഇത്രാം മണി നേരമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ സ്ത്രീ ഹന്ന പറഞ്ഞെന്തോ, ഞാൻ അങ്ങനെ ചിന്തിക്കല്, ഞാൻ അങ്ങനെ എൻ്റെ ഹൃദയം പകരുവാണ്. അവൾ പറഞ്ഞ പോലെ തന്നെ അവിടെയും പത്രോസ് തിരുത്തി കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല, ഇത്ര സമയമേ ആയിട്ടുള്ളൂ. അപ്പൊ അവിടെയും അങ്ങനെ വീഞ്ഞ് കുടിക്കാം അല്ലെ. പൗലോസ് പറയത്തില്ല വീഞ്ഞു കുടിച്ച് മത്തരാകല്ലേ. തിമോത്തിയോട് പറയുന്നില്ല, ഇതിന്റെ കൾച്ചറിന്റെ ഭാഗം അതല്ലേ. കർത്താവ് എന്തിനാ വീഞ്ഞോട് ഉണ്ടാക്കി കൊടുത്തു, നമ്മൾ വെള്ളം കുടിക്കുന്നവർ. പക്ഷെ അതേ പൗലോസ് പറയുന്നുണ്ട് ദുർനടപ്പ് ഉണ്ടാകുമല്ലോ എന്നും പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഞാൻ ആ വിഷയത്തിൽ വരുന്നില്ല. പക്ഷെ ആ വീഞ്ഞ് എന്തോ ആണെന്നുള്ളത് പത്രോസ് അവിടെ തെളിയിക്കുകയാണ്. അവിടെയാണ് സുവിശേഷം പരിശുദ്ധാത്മാവിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അല്ലേ. അപ്പൊ ഞാനത് പറഞ്ഞൊരു കാര്യം, അവിടെ പരസ്യമായി പബ്ലിക് പറഞ്ഞത് പുതുവീഞ്ഞ് കുടിച്ചു, പരിഹസിച്ചു. പക്ഷേ അവിടെയും നമുക്കറിയാം ദൈവത്തിൻ്റെ 100% സർട്ടിഫിക്കറ്റും പരിശുദ്ധാത്മാവ് വന്നു. നമുക്കറിയാം പിളർന്ന നാവ് പോലെ അല്ലേ, അപ്പോസ്തലരുടെ 2-ാം അധ്യായം, പിളർന്ന നാവ് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ കൊടുത്ത പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അവിടെയും നമ്മൾ ഒത്തുവരുത്തത്തിന് നിന്ന ഒരു അന്യഭാഷയല്ല. വേണേ ഒരു മദ്യപൻ എങ്ങനെ ചെയ്യുന്നു അല്ലേ, ലഹരി പിടിച്ച ഒരാൾ എന്ത് ചെയ്യുന്നു അതുപോലുള്ളൊരു കാര്യമല്ലായിരുന്നു. അങ്ങനാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ ചെയ്യുന്ന പ്രകടനങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഈ ദൈവം ഇന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ലയോ? അപ്പൊ പബ്ലിക്കിന്റെ മുമ്പിലുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ പറയാം, പബ്ലിക്കിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാ പ്രകടനങ്ങളൊന്നുമില്ലാതെ പരീക്ഷനും സാധുവിക്കനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ അവിടെ മറ്റു പ്രകടനമൊന്നുമില്ല. മറ്റവൻ പറയുന്നത് ഞാൻ ഇവനെ പോലല്ല, ഞാൻ പത്താരം കൊടുക്കുന്നു, ഞാൻ ഇത്ര ദിവസം ഉപവസിക്കുന്ന ആളാണ്, ഞാൻ സഹായിക്കുന്നതാണ്. പക്ഷേ അവിടെ നീതീകരിക്കപ്പെട്ടായിട്ട് പോകുന്ന ഇവൻ ചുങ്കക്കാരന്. കാരണം അവിടെ അവൻ സ്വർഗത്തോട് പോലും നോക്കാൻ കഴിയാതെ നിലവിളിച്ചു അല്ലേ, എന്നോട് കരുണ തോന്നണേ അല്ലേ, അവൻ നീതീകരിക്കപ്പെട്ട. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ കാര്യങ്ങളും ദൈവം വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ബ്രദർ ഒരു ഭവനത്തിൽ ചെന്നാലേ വെറുതെ ബ്രദറിന്റെ അവിടെ ഇരിക്കുക, വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവിടെ എല്ലാ കാര്യങ്ങളും ബ്രദറിനെ പ്ലീസ് ചെയ്യാനായിട്ട് ഒരു സ്ത്രീ അല്ലെ ഒരു പുരുഷൻ അവിടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ താല്പര്യം അങ്ങോട്ടല്ലേ പോകുന്നത്. മാർത്തയുടെയും മറിയുടെയും കാര്യം ഞാൻ പറഞ്ഞു. യേശുവിന് ഉച്ചയ്ക്ക് നല്ലൊരു സാമ്പാറും നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ശ്രമമാണ് ആരില്ലേ, മാർത്തയിൽ.
മറിയ ചുമ്മാ അവിടെ ഇരിക്കുക. പക്ഷെ കർത്താവ് അതിനെ എന്തോ പറഞ്ഞു, മറിയ നല്ല അംശം, ഷീ ഹാസ് ചോസൺ എ ഗുഡ് പാർട്ട്, അല്ലേ? അപ്പൊ ദൈവം അതിനെ കണ്ടത്. ഇപ്പം മതങ്ങളും കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ശ്രമം, എനിക്ക് എങ്ങനെയെങ്കിലും എനിവേ ഐ ഹാവ് ടു പ്ലീസ് ഗോഡ്, അല്ലേ? പക്ഷെ ഇവിടെ അവളെ ദൈവം മൗനമായിരുന്നപ്പോഴും പറഞ്ഞത് നല്ല കാര്യമായി, അല്ലേ? അപ്പം ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്ന പാവിനിയായ സ്ത്രീ മറിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഏറ്റവും വില കൂടിയ, നമ്മളൊരിക്കൽ ചർച്ച ചെയ്ത അത് ആ വെങ്കല ഭരണി പൊട്ടിച്ചപ്പോൾ അവിടെ നിന്നവരെല്ലാം എന്താ പറഞ്ഞു, വേസ്റ്റ് എന്നല്ലേ പറഞ്ഞു. ഇത് വെറും പാഴ് ചെലവ്. വീട്ടിൽ കൊടുക്കരുതോ, വീട് വെച്ചപ്പോൾ നമ്മൾ ക്രൂസൈഡൊക്കെ നടത്താൻ പറഞ്ഞില്ലേ? നമുക്കിപ്പോൾ ക്രൂസൈഡിന് അത്ര ഉണ്ട് എല്ലാ മാസം ചെലവ്. കഴിഞ്ഞ മാസം 40,000 രൂപ എടുത്ത്. നമുക്ക് ഓരോ മാസങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അതിനുള്ള ഫണ്ട് നമുക്കില്ല, അറിയാമല്ലോ. പക്ഷേ പലരും ചിന്തിക്കും, എൻ്റെ പാസ്റ്ററെ ഇതുണ്ടായിരുന്നെങ്കിൽ പാവങ്ങളുണ്ടായിരുന്നില്ല, അവർക്ക് അടുക്കള വെച്ച് കൊടുക്കുക. അതെല്ലാം ചെയ്യും, അത് വേണ്ട നമ്മൾ പറയുന്നില്ല, ഉണ്ടോ? കർത്താവ് പറയുന്നത് ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്, അവർക്കെല്ലാം സഹായങ്ങൾ ചെയ്യണം. പക്ഷേ ഏറ്റവും പ്രിഫർ ചെയ്യേണ്ടത് എന്തോ സുവിശേഷം. കർത്താവ് പറയുന്നത് ഇവളെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തത്, അല്ലേ? അപ്പൊ ഏറ്റവും നല്ല പ്രവൃത്തിയാണ് ഇവളെങ്കിൽ ചെയ്തതെന്നൊരു സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ പിന്നെ വായകളെല്ലാം അവിടെ അടഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പൊ പി ജി എങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് ചെയ്താണ്. പിന്നെ അദ്ദേഹം എന്തോ അതിനകത്ത് ഖേദിച്ചെന്നോ മാപ്പ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ബിബ്ലിക്കലി പറഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗത്ത് തെറ്റാ ഞാൻ ചെയ്തതെന്ന് അദ്ദേഹത്തിന് പറയാനൊക്കെ. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം പറഞ്ഞ വർഷങ്ങളായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അവിടെ ആ നോർത്ത് ഇന്ത്യൻ അവിടുത്തെ ഒരു കേരളം വിട്ട് കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്ത് ചെന്നാലും ലോക്കല് ആൾക്കാർ എന്താ ഫംഗ്ഷന് നൃത്തം ചെയ്യുക എന്നൊക്കെ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗം. നമുക്കാണ് അത്ര ഇല്ലാത്ത. നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ഭയങ്കര കൂടുതൽ. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരൂടെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് അദ്ദേഹം ഇവിടെ വന്നു ഒരു ഡാൻസ് കളിക്കുന്നു. മലയാളി പൊതുവെ ഇച്ചിരി വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഇച്ചിരി പിന്നിലാണല്ലോ. അപ്പം അത് ചെയ്തതിനെ ഇത്ര കണ്ട് വിമർശിക്കേണ്ട കാര്യം അല്ലാതെ നമ്മൾ ആ ഭാഗത്തോട്ട് വരിക. ഇപ്പൊ ദൈവത്തിന്റെ വീക്ഷണത്തിൽ ഇപ്പൊ തന്നെ നമുക്ക് ഇവിടുത്തെ ആരാധനയ്ക്ക് പലതരത്തില് നമ്മുടെ വസ്ത്രധാരണങ്ങളെ കുറിച്ച്, നമ്മുടെ പ്രത്യേക ജലാലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നവരൊക്കെ വിദേശ ചർച്ചകളിൽ ചെല്ലുമ്പോഴേ അവരവിടെ എല്ലാം കൈകെട്ടി അടങ്ങിയിരിക്കുകയാണല്ലോ. കാരണം അവരുടെ വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവിടെ എങ്ങും അവർക്കൊരു നിയന്ത്രണം, അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഇവിടെ നമ്മൾ വെക്കുന്ന പല കാര്യങ്ങളിലും, എല്ലാ കാര്യങ്ങളിലും ദൈവഭാഗത്തിൽ ദൈവം എങ്ങനെ കാണുന്നു എന്നുള്ള വീക്ഷണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പബ്ലിക് ഇവൻ നമുക്ക് വേദസ്വരം എടുക്കേണ്ട കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ, ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ യേശു അവിടെ എല്ലാം നല്ല കാര്യം അവിടെ ചെയ്തു. അവൻ എങ്കിൽ നല്ലത് ചെയ്തു, അവനെ വിടുക, അവനെ നിങ്ങൾ എന്തിനു അസഹ്യപ്പെടുത്തുന്നു, അവളെ വിടുക എന്ന് പറഞ്ഞതുപോലെ ആരാധനയുടെ കാര്യങ്ങളിൽ, ബ്രദർ എന്താ ചോദിച്ച ആരാധന കാര്യങ്ങളിൽ പ്രകടമായതല്ലയോ? ചിലർ ഒത്തിരി, ഞാൻ പറയാം, ഇപ്പൊ ദൈവസ്നേഹത്തിലെ ചിലര് മതിമറന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തെ സ്തുതിക്കുന്നതുകൊണ്ട് ദൈവത്തെ അവർക്ക് ഒത്തിരി പ്രതിഫലം കിട്ടുമെന്ന് എന്നുള്ള അർത്ഥമല്ല. ചിലരും മൗനമായി നിന്ന് ഹൃദയം കൊണ്ട് ആരാധിക്കുന്നവരുണ്ട്. നമ്മളിപ്പോ ഇതിപ്പം ഒരു മൂന്നാമതുള്ള കണ്ണിൽ ഇത് നോക്കുമ്പോൾ നമ്മുടെ ഒരു വീക്ഷണം, ഇപ്പൊ ഒരാൾ വളരെ ശക്തമായി കൈയടിക്കുന്നു, ഉച്ചത്തിൽ സംസാരിക്കുന്നു, ആരാധിക്കുന്നു. അപ്പൊ നമ്മുടെ വീക്ഷണത്തിൽ, എന്റെ വീക്ഷണത്തിൽ ഇപ്പൊ ഞാൻ പറയും ഒരു ഭയങ്കര ആരാധന. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം അതായിരിക്കത്തില്ലല്ലോ കാണുന്നത്, ഒരു ഹൃദയമായിരിക്കത്തില്ല. ചിലപ്പോ അതിനിപ്പുറത്ത് ശാന്തമായി നിൽക്കുന്ന ആള് ഹൃദയം ദൈവത്തിന് പകരുവാണ്. ഞാനിപ്പോ ഒരു ഇടയനാണല്ലോ, ഒരു സഭയുണ്ട്. 25 വർഷമായ സഭാ സേവനങ്ങളോട് ഞാൻ സ്ഥിരമായി സഭ 2007 തുടങ്ങിയപ്പോൾ മുതലുള്ള വിശ്വാസങ്ങളുണ്ട്, ഇപ്പോഴും ഉള്ളവരുണ്ട്. പക്ഷെ ഞാൻ ഓരോരുത്തരെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഒന്ന് വചനം പറഞ്ഞു തരും തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് കരമടിച്ച്, അവർ ആക്റ്റല്ല, അവർ ദൈവസ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. ചിലർ ഈ വചനം കേൾക്കുമ്പോൾ വളരെ ദാഹത്തോടെ വചനം ശ്രദ്ധിക്കുന്നവരുണ്ട്. അവർ പ്രകടനമൊന്നുമല്ല, മാക്സിമം അവർ ഹൃദയത്തിൽ ഫീഡ് ചെയ്യുന്നവരുണ്ട്, ഇല്ലയോ? ചിലരുണ്ടല്ലോ ഇരുന്ന് ഉറങ്ങുന്നവരുമുണ്ട്, അല്ലേ? നമ്മൾ പല അലക്ഷ്യമായിട്ടിരിക്കുന്നവരുണ്ട്, നമ്മളിങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ചിലരാണെങ്കിൽ, അതായത് പൗലോസ് പ്രസംഗിക്കുമ്പോഴേ അബ്ബയുടെ ഗർഭം മുതൽ മുടനായ മനുഷ്യന് അവന് സൗഖ്യമാകാനുള്ള വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട്, അപ്പൊ ഒരു അഭിഷിക്തൻ ദൈവാത്മാവി നടക്കുന്ന ഒരു ഇടയനെ ഇവർ ആരാധിക്കുന്ന ജെന്യൂൺ ആണോ ഫേക്ക് ആണോ എന്നറിയാം. അപ്പൊ ചിലർ അങ്ങനെ ഒത്തിരി ടോക്ക് ചെയ്യുന്നവരില്ലേ, ലളിതമായി സംസാരിക്കുന്നവരില്ലേ. അപ്പൊ അവരുടെ ആ പ്രകടനം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവർ ചെയ്യുന്നു. അതിനെ നമുക്ക് വിമർശിക്കാനൊക്കത്തില്ല. എന്നാൽ ചിലർ ആരാധിച്ച് പരിസരബോധം നഷ്ടപ്പെട്ട് ഒത്തിരി കസരകളും ആ ലെവലിൽ പോകുന്ന ചിലർ, ഞാനെൻ്റെ സമയത്താണ് ചിലർ പറഞ്ഞു, പക്ഷേ ഞാൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് ചെയ്ത് ചിലപ്പോൾ വേറൊരു അവരെ ഗൈഡ് ചെയ്യുന്ന വേറൊരു സ്പിരിറ്റ് ആണെങ്കിൽ അത് വരാം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നതെല്ലാം സുബോധത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ആലോചിക്കുന്നു, ആണല്ലോ. അതിനൊരു ഓർഡർ വരും. ഇപ്പം എത്ര ആരാധിച്ചാലും മതി മറന്ന് നമ്മളെ ഒന്നും ചെയ്യത്തില്ല. അത് വന്നാൽ
പോലും അവരതിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മണ്ഡലങ്ങളിൽ ഇപ്പം പി ജി അങ്കിളിൻ്റെ നൃത്തം തന്നെ ആദ്യം നമ്മൾ ശ്രദ്ധിച്ചു. ഞാനിപ്പോൾ യൂട്യൂബ് സോഷ്യൽ മീഡിയ കാണുന്ന ട്രെൻഡാണ്. ഒരു സംഭവം നമ്മുടെ പാഷിൻ്റെ വിഷയം വന്നോളൂ, ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കമൻറ്റിൽ തന്നെ ഒരാളൊരു നല്ല കമൻറ്റ് ചെയ്താൽ വരുന്ന 100 കമൻറ്റ് എന്തോ ആയിരിക്കും. ആണോ? ഒരു റിവീൽ ഒന്ന് തെറ്റായിട്ട് വന്നാൽ മൊത്തം തെറ്റായിട്ട്. അപ്പം ഇദ്ദേഹത്തെ ഈ അങ്കിളിനെ പ്രതിക്കൂട്ടി നിർത്തി വന്നപ്പോൾ എല്ലാവരും വിചാരണ ചെയ്യാൻ എല്ലാവരും ആരാ കോട്ടിട്ട് വിധിക്കുന്നവരായി. അപ്പം ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം ചെയ്തത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ഇത്രയും വേലയും ശുശ്രൂഷ വിശേഷ വേല ചെയ്യുന്നൊരു മനുഷ്യന് അയാളോട് ഇങ്ങനെ അദ്ദേഹം നൃത്തം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം വിളിച്ചു, അല്ലേ? വിളിച്ചു, അദ്ദേഹം ചെന്നു. അപ്പോൾ നിർവൃതിയിലല്ല, ആത്മശക്തിയിലല്ല, ആത്മപ്രകടനമല്ലായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ആത്മാവ് നിറഞ്ഞവരായി നടക്കാനില്ലേ പൗലോസ് പറയുന്നേ? ഇപ്പം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ ആത്മനിറവിൽ നടക്കുന്ന ഒരാൾക്ക് ഞാനൊന്ന് ചാർജ് ആകട്ടെ, 2-3 പാട്ട് പാടിയിട്ട് ഞാനൊന്ന് ആത്മാവിലാകാം, അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. നമ്മൾ സഭകളിൽ അങ്ങനെ ഒരു ശീലങ്ങളൊക്കെ വരുത്തി. നമ്മൾ കുറച്ച് ആരാധിച്ച് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ സ്പീഡിൽ പോയി ഒരു പാട്ട് റിപ്പീറ്റ് ചെയ്തു, അല്ലെ നമ്മുടെ തമ്പേറ് പൊട്ടുന്ന ഒരാളോ, അല്ലെ കീബോർഡിന് വ്യത്യസ്തമായ ശബ്ദം, അതൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് ദൈവമായിട്ടുള്ള ബന്ധങ്ങളൊന്നും അതിനകത്തില്ല. ഒന്ന് ശരിയാ, നമുക്കൊന്ന് ആദ്യം ഒന്ന് ഒരു ആത്മാവിൽ വരണം. എന്നാൽ പോലും ആത്മാവിൽ നടക്കുന്ന ഒരാൾക്ക് ഇപ്പം ചിലർ പറയത്തില്ലയോ, ചില പ്രവാചകന്മാർ പറയും, ബ്രദറെ അതേക്കുറിച്ച് കർത്താവെന്ന് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് നാളെ പറയാം. അങ്ങനെ ഒരു പരിപാടിയില്ല. അവർക്ക് സംസാരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പറയുന്നവരുണ്ട്. പക്ഷേ ഇപ്പം എന്നോടൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ പ്രവാചകനാണോ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ആത്മാവിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ തന്നെ. ഇപ്പം എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കർത്താവ് ഇങ്ങനെ പറയുന്നു, എന്നോട് ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നു. അപ്പം തന്നെ ദൈവത്തിൻ്റെ വിഷയം നമ്മളിപ്പോൾ ഇത് പ്ലാൻ ചെയ്താന്ന് ഓരോ ചർച്ചകൾ നടന്നത്. അപ്പം ഞാൻ പറഞ്ഞത് പബ്ലിക്കിൻ്റെ ഒരു വീക്ഷണം ക്രിട്ടിസൈസ് ചെയ്യുന്നവർ അതിനെ പറയുമ്പോൾ ചിലർ ഞാൻ പറയുന്നത് കേട്ടു, പുള്ളി ചെയ്ത് വലിയ പാപമാണ്. പാപമല്ല, ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റിൽ 100%. അപ്പോൾ പബ്ലിക്കിൽ അത് വന്നപ്പോൾ എന്താണെന്നറിയോ, ഒന്നാമത് ലൈവുകൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് നിവൃത്തിയുള്ളിടത്തോളം പബ്ലിക്കിൽ ഷെയർ ചെയ്യാതിരിക്കാനുള്ള ശ്രമം നടത്തണം. കാരണം പബ്ലിക്കിന് ഇതൊന്നും അറിയത്തില്ല. നമ്മൾ എന്തു കൊടുക്കുന്നു അതാ പബ്ലിക്. എന്തായാലും പെന്തക്കോസ് ആരാധന എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ഇപ്പം എനിക്കറിയാവുന്നൊരു കാര്യം, എൻ്റെ മോന് ഒരിടത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ നിങ്ങളെന്തോ പ്രാർത്ഥനയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ഇവൻ പല കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ഇൻഡിപെൻഡൻ്റാന്ന് പറഞ്ഞു, പെന്തക്കോസാന്ന്, ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. അവസാനം ബഹളം ഉണ്ടാക്കുന്ന കൂട്ടം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ മാളിക മുറിയിൽ തുടങ്ങിയത്. ഇതിന് ഭംഗി കൈകെട്ട് നിന്ന് ഇതിന് വലിയൊരു വിശുദ്ധിയുടെ കുപ്പായവും നമ്മൾ ഇടണ്ട, ഇതിന് ദൈവത്തോട് സ്നേഹം പ്രകടിക്കുക. അപ്പോൾ പോലും പരസ്യമായി നമ്മളിത് ചെയ്യുമ്പോൾ ഒരു വിമർശനാത്മകമാകാതെ ഇതിനെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇതെന്തോ അദ്ദേഹം ആ പാട്ട് പാടി. അപ്പം ചിലർ ഞാൻ പാട്ടിനെ വികലമാക്കി, പാട്ടിനെ എന്താ പോലും. അപ്പം അദ്ദേഹം പറഞ്ഞാൽ ദൈവത്തോടുള്ള സ്നേഹമാണ്. നമ്മൾ പല പാട്ടും നമ്മുടെ ക്രിസ്ത്യൻ പാട്ട് തുടങ്ങിയിട്ട് പിന്നെ അന്യഭാഷയോട് കയറത്തില്ലേ? പല പാട്ടിൽ കയറുന്നുണ്ടല്ലോ. ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് ഒരു തരത്തിൽ വികലമാക്കൽ തന്നെ. ആ പാട്ടിന്റെ പകുതി പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് വലിയ വേറെ ലെവലിലേക്ക് കാര്യങ്ങളും അത് വികലമാണ്, ഒരിക്കലുമല്ല. അപ്പം ഞാൻ എന്തോ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ദൈവവീക്ഷണത്തിൽ നാം ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം ഹൃദയത്തിനകത്തുനിന്നാണെങ്കിൽ ഹന്ന പറഞ്ഞ പോലെ ഹന്ന പറഞ്ഞു ഹൃദയം പകരുവാണ്. ദാവീദ് പറഞ്ഞു എന്നെ ഉയർത്തിയ ദൈവത്തോടുള്ള നന്ദി. എങ്ങനെ സ്നേഹപ്രവൃത്തി. ആ സ്ത്രീ പറഞ്ഞു അവിടെ അനവധി പാപങ്ങൾ മോചിച്ച് കിട്ടിയുണ്ടല്ലേ, അവിടെ ഏറ്റവും വലിയ 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ രൂപ ഒറ്റതെത്തണമായിരുന്നു 30. അവിടെ മാക്സിമം അവിടെ സ്നേഹം കാണിക്കുക. അതിനെ നമുക്ക് വിമർശിക്കാനൊക്കത്തില്ല. അതാണൊന്ന്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം, പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ ദൈവനാമം മനുഷ്യർ കാണുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ, അവർക്കൊന്നും അറിയത്തില്ല. അപ്പൊ അവരുടെ മുമ്പിൽ അതിന് നമ്മുടെ ദൈവദാസന്മാരും മറ്റുള്ളവരും കൂടെ, കാരണം അപ്പന്റെ നഗ്നത കണ്ടപ്പോൾ ഒരു മോൻ എന്ത് ചെയ്തു, അവൻ പോയി സഹോദരൻ കൊണ്ട് പറഞ്ഞു. അവൻ അവിടെ അറിയിക്കാതെ അവൻ അവിടെ മൂടിയിടാമായിരുന്നു. അവൻ പോയി വന്നപ്പോൾ കനാൻ ശപിക്കപ്പെട്ടവൻ അല്ലേ. അപ്പൊ നഗ്നത എക്സ്പോസ് ചെയ്യുന്നത് എന്തെങ്കിലും കാണുമ്പോൾ ഷെയർ ചെയ്യുക, കാരണം അവർക്ക് ലൈക്കും സബ്സ്ക്രൈബേഴ്സും. ഇങ്ങനെ നമ്മൾ നോക്കിയിരുന്നു കൊണ്ട് അദ്ദേഹം കൂന്ന് വിളിച്ചു. ഞാൻ ചോദിക്കുന്നത്, വിദേശികളുള്ള മെസ്സേജുകളൊക്കെ കണ്ടേ അവരെങ്ങനെ അവിടെ സഭകൾ ആരാധിക്കുന്നത്, എങ്ങനെയും സ്നേഹം നമ്മുടെ കൾച്ചർ അതല്ലെന്നൊക്കെ നമുക്ക് പറയാമായിരിക്കും. പക്ഷേ അക്കോർഡിംഗ് ടു ദ വേർഡ്, ദൈവവചനത്തിന്റെ ക്രമപ്രകാരം സ്നേഹം എങ്ങനെയും യോഹന്നാൻ അവന്റെ മാറോട് ചേർന്ന് കടന്നു. പത്രോസിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല, ഉണ്ടോ? പൗലോസിനെ കുറിച്ച് പറഞ്ഞ പൗലോസിന്റെ സ്നേഹം കൂടിയിട്ട് പൗലോസ് പറഞ്ഞ് അവന്റെ സഭയായ ശരീരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞാൻ പൂരിപ്പിക്കാൻ തയ്യാറാണ്. ഈ കർത്താവിന്റെ സഭയുടെ ശരീരത്തിൽ എന്തായിരുന്നു കുറവ്? എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവിന് കല്ലെറിയാൻ ഓങ്ങിയിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട് കർത്താവിനെ. പക്ഷെ പൗലോസിനെ കിട്ടിയിട്ടുണ്ട്. കോലടിയെല്ലാം കർത്താവിനെ കിട്ടിയത്. ആ സഭയിൽ എന്തെങ്കിലും വേണം, ഞാൻ അതിന് രക്തം കൊടുക്കാൻ തയ്യാറാണ്. എന്താ പൗലോസ് പറഞ്ഞ്? സ്നേഹം ഇല്ലേ? സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ പുള്ളി വലിയ സംഭവങ്ങൾ, പുള്ളി ഇവിടെ നമ്മളിങ്ങനെ ശാന്തമായുള്ള പാട്ടൊന്നുമല്ല.
കർത്താവിനെ എങ്ങനെയും എന്തായാലും വചനം തന്നെ പറയുന്നുണ്ടല്ലോ, വേണ്ടവണ്ണം നമുക്ക് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയുന്നില്ല. റോമർ 8:26 ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ഞരക്കങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ അൺഎക്സ്പ്രസിബിൾ വേർഡെന്നാണ് പറഞ്ഞേക്കുന്നത്. അൺഎക്സ്പ്രസ് വേർഡെന്ന് പറഞ്ഞാൽ എന്തോ? പൗലോസ് പറഞ്ഞില്ലയോ, ഞാൻ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു, ആർക്കും ഉച്ചരിക്കാൻ കഴിയാത്തത് അല്ലേ അവിടെ കേട്ടു. അത് ഞാൻ ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുക. ഏത് മനുഷ്യനും തൻ്റെ അകത്തെ മനുഷ്യനെക്കുറിച്ച് ദൈവം കാണുന്നൊരു വീക്ഷണം. അപ്പം ബ്രദർ മനസ്സിലായോ? ദൈവം കാണുന്ന വീക്ഷണത്തിൽ 100% ആ നൃത്തം ചെയ്ത മനുഷ്യൻ അല്ലെ ദൈവത്തെ സ്തുതിക്കുന്നവരെ അവിടെ 100 മാർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു. 2, വിമർശിക്കുന്നവർ പ്രത്യേകം മനസ്സിലാക്കണം. അതിനെ ദൈവസഭയിലുള്ള ബലഹീനതകൾ, ഇപ്പം നമ്മൾ പഴയ ആൾക്കാർ പറയും കമന്ന് കടന്ന് തുപ്പുക എന്ന് പറഞ്ഞു അല്ലേ. നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ക്ഷീണം. പബ്ലിക്കിൻ്റെ മുമ്പിൽ അവർക്കിതൊന്നും അറിയത്തില്ല. അവർ പൊതുവിഞ്ഞ് കുടിച്ച് പ്രാന്താന്നൊക്കെ പറയുമ്പോഴും നമ്മളാ പറയേണ്ടത് അല്ല അല്ലേ, അതങ്ങനെ അല്ല അല്ലെ. അവർക്കെല്ലാം അറിയാം. പെന്തക്കോസ്ത് ഞാൻ പറഞ്ഞില്ല, അല്ലെ മോനോട് പറഞ്ഞപോലെ അവർക്കൊരു വീക്ഷണം അങ്ങനെയുണ്ട്, അത് മാറ്റാനൊക്കത്തില്ല. അതിന് നമ്മളെക്കുറിച്ച് പുതുവിഞ്ഞ് കുടിച്ചു, നമ്മളങ്ങ് ഒത്തിരി വയലൻ്റായിട്ട് നമുക്ക് അതുകൊണ്ട് എല്ലാവർക്കും ഇനി സഭകളിൽ ഒരു ഓർഡർ വരാൻ പോകും. IPC, ചർച്ച് ഓഫ് ഗോഡ് എല്ലാം അല്ലെ ഇൻഡിപെൻഡന്റ്, നമുക്കിനി എല്ലാം ഒന്ന് വിധേയപ്പെട്ട് വലിയ പ്രകടനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മൗനമായി നിന്ന് അങ്ങനെ പരിപാടികളുണ്ടോ? ആത്മാവിലുള്ളവൻ അപ്പോഴും ആത്മാവുള്ളിടത്ത് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമാണ്, അങ്ങനെയല്ലയോ? കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് ആത്മാവിനെ കെടുക്കരുതെന്ന് പറയുന്നുണ്ടോ? പ്രവചനം തുച്ഛീകരിക്കരുത്. അപ്പം എന്തായാലും നമുക്കിത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാനുള്ളത് പറയാൻ ചോദ്യം ഉണ്ടോ? പറയുന്നത് ചോദിച്ചത് ഇപ്പൊ ഈ വിമർശിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വിമർശനം ചെയ്യുന്നത് മറ്റൊരാൾ നന്നാകണമെന്നാണെങ്കിൽ അത് പേഴ്സണലായിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് താങ്കളെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യാം. പരസ്യമായ വിമർശനം, പരസ്യമായത് എന്താണെന്നറിയോ? അതാണ് ആ നഗ്നത മറയ്ക്കാൻ. ഒരു മുഖം മറച്ച് അപ്പൻ്റെ നഗ്നത എന്താ പറയുക? ബലഹീനത അല്ലേ? അത് കാണാൻ കഴിയാത്ത കാര്യം, അതിനെ മറയ്ക്കുക. അതാ ഇന്ന് സഭയ്ക്ക് ആവശ്യം. അതിനെ എക്സ്പോസ് ചെയ്യുന്നത് ചെയ്തോട്ട് ദൈവമക്കളിൽ നിന്ന് അത് വരരുത്. നീ ഒരു ദൈവദാസനാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം എല്ലാ മണ്ഡലങ്ങളിലും വിമർശിക്കുന്ന ഒത്തിരി ചാനലുകളുണ്ട് അല്ലേ? അവർ ചെയ്തോട്ടെ, അവർ ലോകപ്രകാരം അതിനെ വീക്ഷിക്കുന്നു, അവർ ചെയ്തോട്ടെ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ദൈവനാമം ദുഷിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെ അതിനെ ചിത്രീകരിക്കുന്നതിലൂടെ അല്ലേ അത് ദുഷിക്കപ്പെടുന്നത്? 100%. കർത്താവിനെ അറിഞ്ഞവർ, രക്ഷ അനുഭവിച്ചവര്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവര്, ദൈവദാസന്മാര്, അവരങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. താൽക്കാലിക നേട്ടങ്ങളുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം നല്ല ആ മനുഷ്യൻ അയാളുടെ ജീവൻ പോലും സമർപ്പിച്ചല്ലേ സുവിശേഷ പ്രവർത്തനം ചെയ്തത്. അപ്പം അദ്ദേഹം അവിടെ ചെയ്തതോ ഇവിടെ ചെയ്തോ എന്നുള്ള വിഷയമല്ല. അദ്ദേഹം പറഞ്ഞ ദൈവത്തിലുള്ള സ്നേഹം. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അത് തെറ്റല്ല. ഞാനിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ്, ദൈവത്തെ പക്ഷെ പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം തന്ന ജ്ഞാനം കൂടെ നമ്മൾ ഉപയോഗിക്കണം. പരിജ്ഞാനം. പലതും ലൈവ് ചെയ്യുമ്പോൾ അത് പറയേണ്ടതാണോ പബ്ലിക്കിൽ അങ്ങനെ ഒരു കാര്യം ഇട്ടപ്പോൾ അത് എന്തുകൊണ്ട് ആ ശുശ്രൂഷ ചെയ്ത് അവിടെ അവർ ഈ ഭാഗം എടുത്തിട്ട് അല്ലെ ആ ഭാഗം ഒരാൾ എടുത്തിട്ടതാണെങ്കിൽ അത് പെട്ടെന്ന് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പം തന്നെ അതിനെ ഒരു ക്ഷമാപണമായിട്ടല്ല ഞാൻ പറയുന്നത്. പബ്ലിക് അതിനെ കാണുന്നതല്ല, ദൈവദാസന്മാർ അതിനെ എന്തോ അതിന് പറഞ്ഞത് അതിനെ വേറൊരു ലെവലിലേക്ക് അതിനെ വേണം ഇങ്ങനെ നമുക്ക് പറയാം വികലമാക്കി കളയാം. അതായത് ഞാൻ കൊച്ചു കുഞ്ഞിനൊരു പാവ എന്നെ അതാ കാണിക്കും, നല്ല പാവ ഒരു വികൃതിയുള്ളൊരു കുഞ്ഞിൻ്റെ കൊടുത്താൽ ആ പാവയുടെ മുടി കാണത്തില്ല, ഡ്രസ്സ് കാണത്തില്ല, അറിയാമല്ലോ, വല്ലാതാക്കി എന്ന് പറയുന്ന പോലെ നമുക്ക് ആക്കാൻ അനുവാദമില്ല. ചേർത്ത് നിർത്താനും അല്ലേ പൊറുക്കാനും ക്ഷമിക്കാനും എൻ്റെ കൂടപ്പറപ്പാ, അദ്ദേഹത്തിന് പ്രയാസം വരാൻ പാടില്ല എന്ന ലെവലിലേക്ക് നമ്മൾ വരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ആരാധിക്കുമ്പോഴൊക്കെ പൗലോസ് പറയുന്നത് ഞാൻ ആത്മാവിലും ആരാധിക്കും ബുദ്ധിയിലും. അപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ പബ്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പം ചേട്ടൻ കണ്ടല്ലോ പബ്ലിക്കിൽ വലിയൊരു അന്യഭാഷ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ പേഴ്സണൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും അങ്ങനെയൊക്കെ കുറച്ച് ഒരു വിവേചനവും ഒരു പരിജ്ഞാനവും ഒക്കെ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തോടുള്ള സ്നേഹം ഏത് തരത്തിലും നമുക്ക് പ്രകടിപ്പിക്കാം.